ആസ്ട്രേലിയയുടെ ഓഫ്സൈഡ് ട്രാപ്പിൽ വീണ്ടും വിരാട് കോഹ്ലി കുടുങ്ങിയിരിക്കുന്നു. ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസിൽ ഇത് 7ാം തവണയാണ് വിരാട് കോഹ്ലി സ്ലിപ്പിൽ ക്യാച്ച് നൽകി പുറത്താവുന്നത്. താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ കോഹ്ലി പുറത്താവേണ്ടതായിരുന്നു. പക്ഷേ സ്റ്റീവ് സ്മിത്തിൻ്റെ ക്യാച്ച് ഗ്രൗണ്ടഡായി എന്ന് 3rd അമ്പയർ വിധിക്കുകയായിരുന്നു. ലക്കി എസ്കേപ്പിലൂടെ കിട്ടിയ അവസരം മുതലെടുക്കാൻ കോഹ്ലിക്ക് സാധിച്ചുമില്ല. ഒരേ ഫാഷനിൽ തന്നെ കോഹ്ലി സീരീസിൽ തുടർച്ചയായി പുറത്താവുന്നത് കടുത്ത വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇർഫാൻ പത്താൻ എക്സിൽ കുറിക്കുകയുണ്ടായി. സച്ചിൻ തെണ്ടുൽക്കറുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കവർ ഡ്രൈവ് മാത്രമല്ല, സ്ക്വയർ ഡ്രൈവുകളും കട്ട് ഷോട്ടുകളും ധാരാളമായി അദ്ദേഹം കളിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ഷോട്ടുകൾ വിരാട് കോഹ്ലിക്ക് അറിയാമെങ്കിലും അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പ്രയോജനപ്പെടുത്താത്തത് എന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഇർഫാൻ പത്താൻ അഭിപ്രായപ്പെട്ടു. ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയതൊഴിച്ചാൽ കോഹ്ലിയുടേത് വളരെ നിരാശാജനകമായ പ്രകടനമായിരുന്നു. 4ാം സ്റ്റമ്പ് മുതൽ 7ാം സ്റ്റമ്പ് വരെ പിച്ച് ചെയ്യുന്ന പന്തുകളെ പിന്തുടരാൻ കോഹ്ലിക്ക് ഒരു ടെൻഡൻസിയുണ്ട്. അത് മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ട്വിറ്ററിലും മറ്റ് സോഷ്യൽ മീഡിയയിലും മറ്റും വിരാട് കോഹ്ലിയുടെ പുതിയ ബാറ്റ് എന്ന രീതിയിൽ ഈ ചിത്രമാണ് പ്രചരിക്കുന്നത്, ഒരു ഫലിതമെന്ന രൂപേണ. ഇത്തരത്തിലൊരു ബാറ്റുണ്ടെങ്കിലാണ് അദ്ദേഹത്തിന് എഡ്ജ് ചെയ്യാതെ രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് ഒരു കൂട്ടം ക്രിക്കറ്റ് ആരാധകരുടെ അഭിപ്രായം. 69 പന്തിൽ 17 റൺസ് നേടി നിൽക്കുമ്പോഴാണ് വിരാട് കോഹ്ലി പുറത്താവുന്നത്. 4 സ്റ്റമ്പ് ലൈനിൽ വന്ന പന്ത് അദ്ദേഹം കവർ ഡ്രൈവിന് ശ്രമിക്കുകയായിരുന്നു. ക്യാച്ച് വെബ്സ്റ്ററിന് സ്ലിപ്പിൽ ലഭിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിലെ റിതം കണ്ടെത്താൻ അദ്ദേഹം രഞ്ജി ട്രോഫിയിലേക്ക് മടങ്ങണമെന്നാണ് ഒരു കൂട്ടം ആരാധകരുടെ അഭിപ്രായം.